എം ശ്രീയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തുകയാണ്. ആലപ്പുഴയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾ അഭിപ്രായം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും CPI നിർവാഹക സമിതി ചേർന്നേക്കും. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടെന്നാണ് CPM നിലപാട്. ആലപ്പുഴയിൽ നിന്ന് ജോസി ബാബു ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്കും ചേരും. ആദ്യം ജോസിയിലേക്ക്. ജോസി, കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. കടുത്ത തീരുമാനത്തിൽ CPI നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണ്ടെന്നാണ് CPMന്റെ നിലവിലെ തീരുമാനം. ചർച്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ധന്യ, മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാത്രവുമാണ് അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടിക്കാഴ്ച 20 മിനിറ്റ് ഇപ്പോൾ നീണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ മുഖ്യമന്ത്രിയുടെ മുറിയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. നേരത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മാധ്യമങ്ങൾ CPIയുടെ നിലപാട് സംബന്ധിച്ച് പ്രതികരണം തേടിയെങ്കിലും അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായിട്ടില്ല. പക്ഷേ നമുക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നടന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി രാവിലെ നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു ആമുഖമായ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗം പ്രതിനിധികളും പൂർണ്ണമായും ഈ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാട് അല്ലെങ്കിൽ CPMന്റെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കേണ്ട കാര്യമില്ല. ഈ പ്രത്യേകിച്ച് PM ശ്രീയിലും ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടന്നിട്ടില്ല. അക്കാര്യത്തിലടക്കം CPI ഒറ്റപ്പെടുത്തി CPI വെറും നിഴലായി നിർത്തിയെന്നുള്ള പ്രതികരണങ്ങളാണ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. അക്കാര്യത്തിലടക്കമുള്ള പ്രതിഷേധങ്ങൾ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാന സെക്രട്ടറിയോടും അറിയിച്ചു. ഇക്കാര്യങ്ങളൊക്കെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ചർച്ചയിലുണ്ടായിരുന്ന പൊതു വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ അറിയിക്കും. അതേസമയം മുഖ്യമന്ത്രി ഫോണിൽ ആശയവിനിമയം നടത്തിയപ്പോൾ ഈ വിഷയത്തിൽ ധൃതിപ്പെട്ട് MOU ഒപ്പുവെച്ചെങ്കിലും അത്തരത്തിലുള്ളൊരു ത്വരിതഗതിയിലുള്ള നടപടികൾ ഈ ഫയൽ നീക്കത്തിൽ ഉണ്ടാവില്ല. അതിനൊക്കെ കാലതാമസം ഉണ്ടാകും. കൂടാതെ അടുത്ത വർഷം തന്നെ PM ശ്രീ പദ്ധതിയുടെ കാലാവധി കഴിയുമെന്നടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെ പ്രതിരോധിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു വേളയിൽ CPMഉം CPIയും നേർക്കുനേർ കൊമ്പ് കോർക്കുന്നത് എതിരാളികൾക്ക് അതൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യം CPI സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ചർച്ചയ്ക്ക് മുന്നായി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മന്ത്രിമാരുമായി ബിനോയ് വിശ്വം ആശയവിനിമയം നടത്തിയെങ്കിലും ബിനോയ് വിശ്വം മാത്രമാണ് മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ ഒരു പ്രശ്നപരിഹാരം, രമ്യമായ ഒരു സമവായം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് CPMഉം CPI നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും CPI മുന്നോട്ട് വെക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, LDF വിളിക്കണം, ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യണം. LDF വിളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായുള്ള കാര്യം. അത്തരത്തിൽ മുന്നണി മര്യാദയുടെ ഭാഗമായി LDF വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൂടാതെ ഈ മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളടക്കം ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യുക. അക്കാര്യങ്ങളടക്കം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ പുരോഗമിക്കുകയാണ്. ധന്യവാദം. ശരി ജോസി, തുടരാമോ? സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട, പാർട്ടി നിലപാടിൽ വെള്ളം ചേർക്കരുതെന്നാണ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായ പൊതു അഭിപ്രായം. ആ രീതിയിൽ തന്നെ. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. CPIയെ സംബന്ധിച്ച നിലപാടിൽ നിന്ന് മാറാൻ സാധിക്കില്ല. മുൻകാലങ്ങളിലുണ്ടായ പല വിഷയത്തിലും CPI എടുത്ത നിലപാടിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ മാറ്റിപ്പറയേണ്ടി വന്നിട്ടുണ്ട്. ആ സാഹചര്യം ഇത്തവണ ഉണ്ടാകരുത് എന്നൊരു കാര്യമാണ് എക്സിക്യൂട്ടീവിൽ സംഭവിച്ചത്. ഇല്ലെങ്കിൽ നേരത്തെ മന്ത്രിമാർ ഉൾപ്പെടെ പ്രതികരിച്ചതിൽ നിന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. യുവജന സംഘടനകൾ എത്രത്തോളം പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരുന്നത്. മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന തീരുമാനമായിരിക്കും ഇതെങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തിക്കുന്നു എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് കൂടി ശക്തി പകരുക. എങ്ങനെ ഇത് അവസാനിപ്പിക്കാമെന്നാകും ഇപ്പോൾ നടക്കുന്ന ചർച്ച. ഒരു പക്ഷേ CPI ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്, അഭിപ്രായത്തിൽ മാറ്റമില്ലാതെ നിൽക്കുകയാണെങ്കിൽ CPMന് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ധന്യ, കേരളത്തിലെ ഇടത് രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നിർണായകമാവുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ 1-ാം നമ്പർ മുറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനത്തിലേക്കാണ് CPI എത്തുക? CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ?
ആ 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ തന്നെ CPI ഉൾക്കൊള്ളുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ തോതിലുള്ള വിമർശനമാണ് ഈ PMC പദ്ധതി അടക്കമുള്ള വിഷയങ്ങളിൽ CPM-നെതിരെ ഉയർന്നതെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. CPI-യെ പലപ്പോഴും ഇരുട്ടിൽ നിർത്തുന്ന സമീപനമുണ്ടാവുന്നു. CPI-യുടെ വേണ്ട കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ മതിയായ ഒരു ആശയവിനിമയം CPI-യുമായി നടത്താൻ കൂട്ടാക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് PMC പദ്ധതി. PMC പദ്ധതിയിൽ ഒപ്പിട്ടതോ അതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകുന്ന തുടർ നീക്കങ്ങളോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മുന്നണിയിൽ ഉണ്ടായ വലിയ തോതിലുള്ള അവഗണന, അതാണ് പ്രധാനമായും CPI-യെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് മുന്നണി മര്യാദകളുടെ പൂർണ്ണമായ ലംഘനമാണ് എന്നൊരു നിലപാടാണ് ഇന്ന് CPI എക്സിക്യൂട്ടീവിൽ പൊതുവികാരമായി ഉയർന്നു വന്നത്. വേണ്ടി വന്നാൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നതിനുള്ള അനുമതി കൂടി ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കടും പിടുത്തത്തിലേക്ക്, അത്തരമൊരു കടുത്ത നടപടികളിലേക്ക് ഇനി ഒരുപക്ഷെ CPI പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ ഒരു സമവായവുമായി ബന്ധപ്പെട്ട് ഒരു ഫോർമുലയുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ബിനോയ് വിശ്വത്തെ കാണാൻ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്.